ചൂടോടുമ്പോഴും എമ്പുരാനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല. ഒടുവിലിത 24 വെട്ടുകൾ കൊണ്ട് ചിത്രം ശരിപ്പെടുത്തി എഡിറ്റ് ചെയ്ത തിയേറ്ററിൽ എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ട്. എമ്പുരാൻ സിനിമയുടെ ഉള്ളടക്കത്തെ ചൊല്ലിയാണ് BJP RSS പ്രവർത്തകർ എമ്പുരാൻ സിനിമയ്ക്കെതിരെ പ്രതിഷേധവുമായി എത്തുന്നത്. കടുത്ത സൈബർ ആക്രമണം ഉയർന്നതോടെ ചിത്രം എഡിറ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് അണിയറ പ്രവർത്തകർ എത്തുകയായിരുന്നു. ഗുജറാത്ത് കലാപത്തിന്റെ ചില റഫറൻസുകൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയതാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടത്. എന്നാൽ ഈ വിമർശനങ്ങൾക്കിടയിലും ചിത്രത്തെക്കുറിച്ച് നടക്കുന്ന ചർച്ചകളിൽ വിട്ടുപോകുന്ന ഒന്നുണ്ട്. സുരാജ് വെഞ്ഞാറമൂട് എമ്പുരാനിൽ അവതരിപ്പിച്ച കഥാപാത്രമായ സജനചന്ദ്രൻ. ഏറെ തലപുകഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പലപ്പോഴായി നടത്തിയ പ്രസ്താവനകളാണ് സജനചന്ദ്രന്റെ മികച്ച ഡയലോഗുകളിൽ പലതുമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അത് കൃത്യമായി തന്നെ മുരളി ഗോപി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും സോഷ്യൽ മീഡിയ കണ്ടെത്തുന്നു. അതിന് തെളിവായി സോഷ്യൽ മീഡിയ ചില കാര്യങ്ങളും പറയുന്നുണ്ട്. 35 സീറ്റ് നിയമസഭയിൽ ലഭിച്ചാൽ കേരളത്തിന്റെ ഭരണം ഞങ്ങൾക്ക് കിട്ടുമെന്ന് സജനചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ K. സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. അതുപോലെ ഒരുപാട് ട്രോള് ലഭിച്ച ഹിന്ദി തർജ്ജമയെ പറ്റിയും ചിത്രത്തിൽ പറയുന്നുണ്ട്. സജനചന്ദ്രന്റെ മുറി ഹിന്ദിയും താൻ നന്നായി ഹിന്ദി തർജ്ജമ ചെയ്യും എന്ന ഭാഗവും സുരേന്ദ്രന് പണ്ട് ഹിന്ദി തർജ്ജമയ്ക്ക് കിട്ടിയ ട്രോളുകളെ ഓർമ്മിപ്പിക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ. നരേന്ദ്രമോദിയുടെ പ്രസംഗം തർജ്ജമ ചെയ്തപ്പോഴാണ് സുരേന്ദ്രന് ഏറെ ട്രോളുകൾ നേരിടേണ്ടി വന്നത്. സത്യത്തിൽ K. സുരേന്ദ്രന് ഹിന്ദി അറിയാമോ എന്നുള്ള ചോദ്യം വരെ ഉയർന്നിരുന്നു. വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഒടുവിൽ K. സുരേന്ദ്രൻ തന്നെ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയുമുണ്ടായി. നരേന്ദ്രമോദിയുടെ പ്രസംഗം ശരിക്ക് കേൾക്കാത്തത് കൊണ്ടാണ് തർജ്ജിമ ശരിയായ രീതിയിൽ ചെയ്യാൻ സാധിക്കാതെ പോയതെന്നായിരുന്നു സുരേന്ദ്രന്റെ വാദം. എന്തായാലും അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ സുരാജ് വെഞ്ഞാറമൂട് കാട്ടിയ ധൈര്യത്തെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പ്രശംസിക്കുന്നത്. ഉള്ള വിവാദങ്ങൾക്കെല്ലാം ഇടയിൽ മുൻ BJP സംസ്ഥാന അധ്യക്ഷനെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചു എന്ന കമന്റുകൾ ഉയരുമോ എന്ന് സംശയിച്ചിരുന്നതായും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കമന്റുകളുണ്ട്.